എല്ലാവർക്കും നമസ്കാരം. വാർത്താ വിശേഷങ്ങളുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് പറയാറില്ലേ? അതേപോലെയാണ് പിണറായി ഗവൺമെന്റ്. ആകെ അഴിമതിയില്, കള്ളത്തരത്തില്, വഞ്ചനയില്, ജനവിരുദ്ധ പദ്ധതികളിൽ, പരിപാടികളിൽ അങ്ങനെ ആകെ മുങ്ങിയിട്ട് ഒരു ഉളുപ്പുമാനുമില്ലാതെ ഇവരിങ്ങനെ ഞങ്ങളെന്തോ മഹത്തായ കാര്യം ചെയ്യുകയാണ് എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരങ്ങളും, അതാണ് ഏറ്റവും വലിയ രസം. എന്തെങ്കിലും കാര്യം ചെയ്തിട്ട്, എന്തെങ്കിലും ഒരു നല്ല കാര്യം ചെയ്തിട്ട്, ഇതാ പിണറായി സർക്കാരിന്റെ ഏറ്റവും മികച്ചൊരു പദ്ധതിയില്ല, ജനക്ഷേമകരമായ ഒരു പദ്ധതി ഇതാ എന്ന് പ്രഖ്യാപിക്കുകയാണെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാം. അതിലൊരു മാന്യതയുണ്ട്, അതിലൊരു സത്യസന്ധതയുണ്ട്, അല്ലേ? ഇത് ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രങ്ങളാണ്. മലയാള മനോരമ, മാധ്യമം, മാതൃഭൂമി, കേരള കൗമുദി, പിന്നെ നമ്മുടെ പത്രം ദേശാഭിമാനി, എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജില് കിഫ്ബിയുടെ പരസ്യമാണ് കേട്ടോ. ഇതാ കണ്ടില്ലേ? കിഫ്ബി at 25. കിഫ്ബി എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടി പറയുന്നത് ഞാനോ അല്ലെങ്കിൽ നിങ്ങളൊന്നും അല്ല കേട്ടോ. CAGയുടെ പല റിപ്പോർട്ടുകളിലും ഈ പദ്ധതി അല്ലെങ്കിൽ ഈ കിഫ്ബി എന്ന് പറയുന്ന ഏർപ്പാട് സാധാരണ ജനങ്ങളുടെ കണ്ണ് പൊടിയിടാൻ വേണ്ടിയിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ ഒരു തട്ടിപ്പ് പരിപാടി. ഇതിന്റെയൊക്കെ കമ്മീഷനൊക്കെ ആരൊക്കെ ഏതൊക്കെ രീതിയിലാണ് തട്ടുന്നത് എന്നൊക്കെ ആലോചിച്ച് നോക്കിയാട്ടല്ലോ നമുക്കൊരു ഒരു ലെവലും കിട്ടിയില്ല കേട്ടോ. ആ രീതിയിലേക്കാണ് ഇതിന്റെ തട്ടിപ്പുകളൊക്കെ പോകുന്നത്. ഞാൻ പറയാം. അതായത് നിങ്ങൾക്കറിയാലോ, കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ പിണറായി വിജയന്റെ ഈ തട്ടിക്കൂട്ട് പരിപാടികളെ കുറിച്ചുള്ള ഇത്തരത്തിലുള്ള കോടികളുടെ പരസ്യങ്ങൾ ഏറ്റവും അവസാനം വന്നത് ഈ കഴിഞ്ഞ ദിവസം, അല്ലെ? ഈ അതിദരിദ്രരില്ല, കേരളത്തിൽ ഇനി മുതൽ അതിദരിദ്രരില്ല എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടി നടന്നല്ലോ. അതിന്റെ പരസ്യവും മലയാള പത്രങ്ങളിൽ മാത്രമല്ല ഹിന്ദി പത്രങ്ങളിലും ഇംഗ്ലീഷ് പത്രങ്ങളിലും ഒക്കെ കൊടുത്തുകൊണ്ട് ലോകം മുഴുവൻ ഞങ്ങളാണ് ഒന്നാം സ്ഥാനത്ത്. അതല്ല പറഞ്ഞ ചൈനയാണ് കേട്ടോ. ചൈനയാണ് ഇങ്ങനെ ഒരു കാര്യം ആദ്യം ചെയ്തത്, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ന രീതിയിൽ ഒരു ഉളുപ്പും മാനുമില്ലാതെ, ആ ഒരു ഉളുപ്പും പറയുന്നതിന് ഒരു ഉളുപ്പുണ്ട്. ഇന്നത്തെ മനോരമയിൽ ഞാനത് കാണിക്കാം. ഇന്നത്തെ മനോരമ തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതാ അതിദരിദ്രരുടെ ജീവിത പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്, അതിന്റെ ഫോട്ടോ എടുത്തുകൊണ്ട്, അതിലെ എന്താ പറയാ, മരിച്ചു ജീവിക്കുന്ന മനുഷ്യരെ, അല്ലെ, മരിച്ചു ജീവിക്കുന്ന ദുരിത ജീവിതം അനുഭവിക്കുന്ന മനുഷ്യരുടെ കഥ ഇന്ന് മനോരമ പത്രം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ മറ്റു പത്രങ്ങൾ നോക്കിയപ്പോൾ മനോരമയാണ് അത് കൊടുത്തത്. എന്നിട്ട് പറയണം, ആ പത്രം മലയാള മനോരമ എന്ന് പറഞ്ഞാൽ ആൾക്കാർ വായിക്കാത്ത പത്രമല്ലല്ലോ. എനിക്ക് തോന്നുന്നു മലയാള മനോരമ ഏറ്റവും കൂടുതൽ വായിക്കുന്നത് ഇവിടുത്തെ സഖാക്കളാണ്, അന്തംഗമ്മികളാണ്. ആ എഡിറ്റോറിയൽ പേജിൽ അല്ലെങ്കിൽ ആ എന്താ പറയാ, അവർ കൊടുത്തിരിക്കുന്ന ആ വാർത്തകളും പടങ്ങളും ഞാൻ നിങ്ങൾക്ക് കാണിക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ ഈ കൊട്ടിഘോഷിച്ച് ഇവർ നടത്തുന്ന പ്രഖ്യാപനങ്ങൾ, ആ വാർത്തയും പടവും കാണാതെ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അല്ലെ? അതായത് ഇന്നലെ മുതൽ തെരുവോരത്ത് ഒരു മനുഷ്യനെയും നമ്മൾ കണ്ടിട്ടില്ല, ആണോ? നമ്മുടെ തെരുവോരങ്ങളിൽ അന്തിയുറങ്ങുന്ന എല്ലാ മനുഷ്യരും ഇന്നലത്തോടെ അല്ല, 2 ദിവസം മുമ്പ്, അല്ലെ, നവംബർ 1-ാം തീയതി മുതൽ തെരുവോരത്ത് മനുഷ്യരില്ല. നമുക്ക് മുന്നിൽ ആരും യാചകരായി വരുന്നില്ല, നമ്മുടെ മുന്നിൽ ആരും പട്ടിണി കിടക്കുന്നില്ല, ആർക്കും പൊതിച്ചോറ് വേണ്ട, ആർക്കും ഒരു തരത്തിലുള്ള സഹായങ്ങളും വേണ്ട. എല്ലാം പിണറായി തമ്പുരാൻ കനിഞ്ഞു നൽകിയിരിക്കുന്നു എന്ന് പറയുന്ന ഏറ്റവും വലിയൊരു കള്ളത്തരം. അതുപോട്ടെ, ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്ന ഇതാണ് കിഫ്ബി. അത് പിന്നെ നമുക്ക് സഹിക്കാം. ഈ അതിദരിദ്ര എന്തൊക്കെയാണെങ്കിലും ഈ 64,006 അങ്ങനെയാണുള്ള കണക്ക്. 64,006 അതിദരിദ്രരെ കണ്ടെത്തി എന്നും യഥാർത്ഥത്തിൽ അതിന്റെ 1 മാസം മുമ്പ്, 1.5 മാസം മുമ്പാണ് നിയമസഭയിൽ മന്ത്രി തന്നെ പറഞ്ഞത് ഏതാണ്ട് 5,91,000 അതിദരിദ്രരാണ് ഇവിടെ ഉള്ളത് എന്ന് മന്ത്രി തന്നെ നിയമസഭയിൽ പറഞ്ഞു കേട്ടോ. അത് ഒരൊറ്റ രാത്രി കൊണ്ട് 64,006 എന്ന് പറയുന്ന ഒരു സംഖ്യയാക്കി ഇവർ വെട്ടിച്ചുരുക്കി. ആയിക്കോട്ടെ, വെട്ടിച്ചുരുക്കട്ടെ. 64,006 പേർക്ക് തന്നെയെങ്കിലും ഇവരെന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടല്ലോ. ചിലർക്ക് എന്താ പറയാ, ഈ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം എത്തിക്കാനുള്ള സംവിധാനമോ അല്ലെങ്കിൽ ചിലർക്ക് റേഷൻ കാർഡുകളോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ടോ ഒക്കെ പറയുന്നത്, അതൊന്നും നിഷേധിക്കുന്നില്ല, കൊടുക്കട്ടെ, നല്ലത് തന്നെ. അതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെന്ന് വിചാരിക്കട്ടോ. അതിദാരിദ്ര്യ വിമുക്തം എന്ന് പറയുന്ന പരിപാടി തട്ടിപ്പാണ്. പക്ഷെ അതിൽ കുറച്ച് ആൾക്കാർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നുണ്ട്, നല്ല കാര്യം തന്നെ. പക്ഷേ ഇത് നോക്കിയാട്ടെ, കിഫ്ബി ആഘോഷിക്കുകയാണ്. കിഫ്ബി എന്ന് പറയുന്ന തട്ടിപ്പ് പരിപാടി ഇവർ ആഘോഷിക്കുകയാണ്. ഇവരെന്താ പറയുന്നത് അറിയോ? കിഫ്ബി പശ്ചാത്തല സൗകര്യ വികസന രംഗത്ത്
കരുത്തുറ്റ സാന്നിധ്യത്തിന്റെ 25 വർഷങ്ങൾ 1999 യഥാർത്ഥത്തിൽ കിഫ്ബി പദ്ധതിക്ക് തുടക്കമിടുന്നത് കേട്ടോ. യഥാർത്ഥത്തിൽ ഈ കിഫ്ബി പദ്ധതി എന്ന് പറഞ്ഞാൽ ഇത് എല്ലാവർക്കും അറിയാം, ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ല, എങ്കിലും അതിൽ പറയുന്നില്ല കേട്ടോ. എന്താണ് കിഫ്ബി പദ്ധതി എന്നും എന്താണ് കിഫ്ബി പദ്ധതിയിലൂടെ സർക്കാർ നമ്മളെ മണ്ടന്മാരാക്കിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ പരസ്യത്തിൽ പറയുന്നില്ല കേട്ടോ. കിഫ്ബി പദ്ധതിയിലൂടെ ഇവര് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമ്മൾ ഞെട്ടിപ്പോകും. 1190 പദ്ധതികൾ 90,562 കോടി രൂപയുടെ 1190 പദ്ധതികളാണ് 25 വർഷം കൊണ്ട് കേരളത്തിൽ നടപ്പാക്കിയെന്ന് പറയുന്നു. എന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാനിങ്ങനെ നോക്കിയപ്പോഴേ ഇത് എണ്ണി പറയാൻ എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഇന്ന് പത്രം വായിക്കുന്ന എല്ലാവർക്കും ഇത് കാണാം കേട്ടോ. ഇതൊന്നും നിങ്ങൾ പരിശോധിക്കണം. ഇവര് ചെയ്തു എന്ന് പറയുന്നത് മുഴുവനും ഇതിനു വേണ്ടിയിട്ട് വകയിരുത്തിയതോ അല്ലെങ്കിൽ പ്ലാൻ ചെയ്തോക്കെയാണ് കേട്ടോ. ഇത് ഫലപ്രാപ്തിയിലെത്തിയത്, ചെയ്ത് തീർത്തത് ഇതിലൊരു 10% പോലും ഇല്ലാന്ന്. ഒരു 10% പോലും ചെയ്തു തീർത്ത കാര്യങ്ങളില്ല. ഇതൊക്കെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളാണ്. ചിലതൊക്കെ കേട്ടോ നമുക്ക് ചിരി വരും കേട്ടോ. അങ്ങനെ ഒരു പദ്ധതിയുണ്ട്, പക്ഷെ പദ്ധതി ഇവിടെ തുടങ്ങിയിട്ട് പോലും ഇല്ല. ഇങ്ങനെയുള്ള പരിപാടി ഇതൊക്കെയാണ് പറയുന്നത്. തിരഞ്ഞെടുപ്പ് കാലത്ത് ഈ 2500 രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാന്ന് 2021 പറഞ്ഞു. എന്നിട്ട് അവസാനം ഇറങ്ങിപ്പോകാൻ വേണ്ടിയിട്ട് 4 മാസം ബാക്കി നിൽക്കെ അതിനൊരു 2000 രൂപയാക്കി കൊടുത്തു. 2500 എന്നിട്ടും കൊടുത്തില്ല കേട്ടോ, എന്നിട്ടും കൊടുത്തില്ല. ഈ വീട്ടമ്മമാർക്ക് പെൻഷൻ കൊടുക്കുമെന്ന് പറഞ്ഞു. അതും ഇതാ ഈ ഏറ്റവും അവസാന കാലഘട്ടത്തിൽ ഞങ്ങൾ ഇതാ കൊടുക്കുമെന്ന് പറയുന്നു. അതും കിട്ടി തുടങ്ങിയിട്ടില്ല, എന്ന് കിട്ടുന്നു നമുക്കറിയില്ല കേട്ടോ. അങ്ങനെ ഒരു വാഗ്ദാനങ്ങളും പാലിക്കാതെ ഒരു ജനക്ഷേമ പരിപാടികളും നടത്താതെ വിലക്കയറ്റം അല്ലെങ്കിൽ നികുതി വർധന, ഇതുകൊണ്ട് ജനങ്ങളെ ആകെ കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ സർക്കാർ ഇത്തരം കള്ള പരസ്യം, കോടതികള്, CAG എല്ലാവരും വിമർശിച്ച ഒരു പദ്ധതിയെ ഇവരിങ്ങനെ വാഴ്ത്തുകയാണ്. 25 വർഷങ്ങൾ, ഞങ്ങളുടെ തട്ടിപ്പിന്റെ 25 വർഷങ്ങൾ. പിണറായി വിജയനെ പോലെ ഇങ്ങനെ ഒരു നെറികെട്ട സർക്കാരുണ്ടല്ലോ. ഞങ്ങൾ ചെയ്ത കള്ളത്തരത്തിന്റെ ഞങ്ങൾ ചെയ്ത കൊള്ളയുടെ 25 വർഷങ്ങൾ വോട്ട് ചെയ്യൂ, ഞങ്ങൾ മൂന്നാമതും അധികാരത്തിൽ എത്തിക്കൂ എന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. ഇങ്ങനെ തമ്മാടിത്തം പറയാൻ ലോകത്ത് ഒരു ഏകാധിപതിയും ഇതിന് അത്രമാത്രം തൊലിക്കട്ടി അവർക്കാർക്കും ഉണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളുടെ തട്ടിപ്പ് പരിപാടി, ഞങ്ങളുടെ കള്ളത്തര പരിപാടി ഞങ്ങൾ ആഘോഷിക്കുകയാണ്. 25ാം വർഷം ഞങ്ങൾ ആഘോഷിക്കുകയാണ് എന്ന് നമ്മുടെ പൈസ എടുത്തിട്ട് എല്ലാ പത്രങ്ങളിലും പരസ്യം ചെയ്യുകയാണ്. അപ്പൊ ഇത് പെട്ടെന്ന് കാണുന്ന സാധാരണ ആൾക്കാർ വിചാരിക്കും, ഓ കിഫ്ബി പദ്ധതി എന്തോ നല്ല പദ്ധതിയാണല്ലോ. പിണറായി വിജയനെ തറവാട്ടിന് എടുത്ത് കൊടുക്കുന്ന പൈസയല്ല കേട്ടോ. ഓർക്കണം നിങ്ങള്, ഈ എല്ലാ പത്രങ്ങളിലും ഈ കള്ള പരസ്യം കൊടുത്തിട്ടേ ഇതൊക്കെ നമ്മുടെ പൈസയാണെന്നേ, നമ്മുടെ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ടാണ്. എന്നിട്ട് നമ്മളെ മണ്ടന്മാരൊക്കെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കണം. ഇവരുടെയൊക്കെ ധൈര്യം. അതാ ഞാൻ പറയുന്നത്, ആകെ മുങ്ങിയാൽ കുളിരില്ല എന്ന് പറയുന്നത് എന്താണെന്ന് അറിയോ? ഞങ്ങൾ എന്ത് തെമ്മാടിത്തം ചെയ്താലും ഒരു പ്രശ്നമില്ല എന്ന് പറയുന്ന ഒരു ധാരണ ഇവർക്കുണ്ട് കേട്ടോ. കാരണം ഈ അന്തം കമ്മികളുണ്ടല്ലോ, അന്തം കമ്മികള് നിങ്ങൾ എന്ത് തോന്നിയാസം ചെയ്താലും ഒരു പ്രശ്നമില്ല, ഞങ്ങളെ ഇൻകുലാബ് വിളിച്ച് ഞങ്ങൾ പിന്നാലുണ്ട്. അതാ പറയുന്നത്. ഇതിന്റെ ഒരു നമ്മള് മുൻകാലങ്ങളിലൊക്കെ വന്ന പല സർക്കാരുകളും പലതരത്തിലുള്ള ഇത്തരത്തിലുള്ള നെറികേടുകളൊക്കെ കാണിച്ചിട്ടുണ്ട്. ഈ പിണറായി വിജയൻ സർക്കാർ മാത്രമല്ല, ഇതിനു മുമ്പ് ഉണ്ടായ പല സർക്കാരുകളും പലതരത്തിലുള്ള ജനദ്രോഹ പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ നമ്പർ 1 അല്ലെ, ജനദ്രോഹ നയങ്ങളിൽ ജനങ്ങളെ കഷ്ടപ്പെടുത്തുന്നതിൽ, ജനങ്ങളെ കൊള്ളയടിക്കുന്നതിൽ, ആ കൊള്ളയടിക്കുന്നത് ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പോക്കറ്റിൽ നിന്ന് പിന്നെയും പൈസ എടുത്തിട്ട് ഇമാതിരി പരസ്യം ചെയ്യും അല്ലെ. കോടികൾ ചെലവിട്ടിട്ട് കിഫ്ബി, നമുക്കറിയാം കിഫ്ബി എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ തട്ടിപ്പ് പരിപാടിയാണെന്ന് ഞാൻ പറയാൻ കാരണം, ഇത് വിദേശത്ത് നിന്ന് കടമെടുക്കുകയാണ്. സാധാരണ രീതിയിൽ ഭരണഘടന അനുശാസിക്കുന്നത് വിദേശത്ത് നിന്ന് കടമെടുക്കാൻ പറ്റില്ല ഒരു സംസ്ഥാനത്തിന്. ഈ സംസ്ഥാനത്തിന്റെ ഉള്ളിൽ നിന്ന് തന്നെ കടമെടുക്കുന്നത് കേന്ദ്രത്തിന്റെ അനുവാദത്തോടെയാണ് കേട്ടോ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കാണ്ടല്ലോ, 2000 കോടി കടമെടുത്തു, 3000 കോടി കടമെടുത്തു, 5000 കോടി കടമെടുത്തു. നമ്മൾ ഈ കടമെടുക്കലാണല്ലോ. പിണറായി സർക്കാരിന്റെ മുഖമുദ്ര എന്ന് പറയുന്നത് കടമെടുക്കലാണ്. 1.25 ലക്ഷം കോടി എന്ന് പറയുന്ന കടത്തിൽ നിന്നാണ് 10 വർഷം കൊണ്ട് 6 ലക്ഷം കോടിയിലേക്ക്, 1.25 ലക്ഷം കോടിയിൽ നിന്ന് 6 ലക്ഷം കോടി എന്ന് പറയുന്ന നമ്മളെല്ലാവരെയും കടക്കണിയിലാക്കിയിരിക്കുകയാണ് കേട്ടോ. മൂക്ക IT കമ്പനി, മോന് മറ്റേ കമ്പനി, പൊണ്ടാട്ടിക്ക് ആ കമ്പനി എന്നൊക്കെ പറഞ്ഞിട്ട് സ്വന്തം കുടുംബത്തെ നന്നാക്കിക്കൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഇവിടത്തെ ജനിക്കാൻ പോകുന്ന കുട്ടികളെ വരെ കടക്കാരാക്കിയിരിക്കുകയാണ്. എല്ലാവരെയും കടക്കാരാക്കി മാറ്റിയ പിണറായി വിജയൻ, അതായത് നമ്മുടെ സംസ്ഥാന ബഡ്ജറ്റില് ഈ കടങ്ങളൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് കടമെടുക്കുക.
എന്നിട്ട് അത് നമ്മുടെ പൊതുകടത്തിൽ, അതായത് ഓരോ സംസ്ഥാനത്തിനും കേന്ദ്രം അനുവദിച്ചിരിക്കുന്ന കടബാധ്യതയിൽ പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഐസക്കിന്റെ ഒക്കെ നേതൃത്വത്തിൽ നടന്ന ഒരു തട്ടിപ്പ് പരിപാടിയാണ് കേട്ടോ. അതായത് കേരളത്തിന്റെ പൊതുകടം എത്രയെന്ന് ചോദിച്ചാൽ ഇത് വരില്ല. കിഫ്ബി എന്ന് പറയുന്ന ഒരു തട്ടിക്കൂട്ട് പരിപാടി ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഒരു എന്താ പറയാ ഒരു കോർപ്പറേഷൻ പോലുള്ള ഒരു കോർപ്പറേറ്റ് കമ്പനി രൂപീകരിച്ചിട്ട് ഇത് വെച്ചിട്ട് വിദേശത്ത് നിന്ന് കടം വാങ്ങുക. അവസാനം ഇത് കേന്ദ്രം കണ്ടുപിടിച്ചു. അതുകൊണ്ടാണ് കേരളത്തിന്റെ കടം ഇത്ര വർദ്ധിച്ചു എന്ന് പറയുമ്പോൾ നമ്മുടെ മന്ത്രി പറയുന്നുണ്ടല്ലോ, ബാലഗോപാൽ പലപ്പോഴും പറയുന്നുണ്ടല്ലോ, കേന്ദ്രം പറയുന്ന അത്രയൊന്നും കടം നമുക്കില്ല, കേന്ദ്രം പറയുന്ന അത്ര കടം നമുക്കില്ല എന്ന് പറയുന്നത് ഈ കള്ളൻ എന്താ ചെയ്യുന്നത് അറിയോ? ഈ കിഫ്ബി ഇതിൽ ഉൾപ്പെടുത്തില്ല. കിഫ്ബി വഴി നമ്മൾ കടം വാങ്ങുന്ന കോടികൾ അത് ട്രഷറിയിലേക്ക് പോകില്ല. നിങ്ങൾ മനസ്സിലാക്കണം ഈ തട്ടിപ്പ്. കിഫ്ബിയിൽ നിന്ന് നമ്മൾ എടുക്കുന്ന മസാല ബോണ്ട് വഴി നമ്മൾ എടുക്കുന്ന കോടികൾ, കടമെടുക്കുന്ന കോടികൾ, എത്ര പലിശക്കാണ് കടമെടുക്കുന്നത് അറിയോ? 9.73%. 9.73%. നമ്മുടെ ഇവിടുത്തെ സ്റ്റേറ്റ് ബാങ്ക് പോലും അതിനേക്കാൾ കുറഞ്ഞ പലിശക്ക് കടം കൊടുക്കാറുണ്ട്, വായ്പകൾ കൊടുക്കാറുണ്ട്. അതൊന്നും വേണ്ടാതെ ഇവർ വിദേശത്ത് പോയിട്ട് 9.73%-ാണ് പൈസ കടം വാങ്ങി കൊണ്ടുവരുന്നത് കേട്ടോ. എത്ര ശതമാനം കമ്മീഷൻ ആരൊക്കെ അടിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി കേട്ടോ. പിണറായി വിജയന്റെ വിദേശ യാത്രകളൊക്കെ എത്ര തവണ എന്തിനായിരുന്നു ഈ മനുഷ്യൻ അങ്ങോട്ടൊക്കെ പോയത്? എന്തായിരുന്നു അതിന്റെ ഒക്കെ പിന്നിൽ? ഈ കിഫ്ബിയുടെ മസാല ബോണ്ട് ഉണ്ടല്ലോ, അത് വാങ്ങിച്ചത് ആരാണെന്ന് അറിയോ? അല്ലെങ്കിൽ നമുക്ക് ഇത്രയും ഈ കിഫ്ബിയിലേക്ക് ഈ പറയുന്ന വായ്പ നൽകിയത് കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തിയ ലാവ്ലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട DDPQ എന്ന് പറയുന്ന കമ്പനിയാണെന്ന് ഓർമ്മിക്കണം കേട്ടോ. DDPQ എന്ന കമ്പനി, അതിന് 20% ഓഹരികളാണ് എവിടെയുള്ളതെന്ന് അറിയോ? ലാവ്ലിൻ കമ്പനിയിലുള്ളത്. ലാവ്ലിൻ കമ്പനി എന്ന് പറയുന്ന കമ്പനി കേരളത്തെ എത്രമാത്രമാണ് കൊള്ളയടിച്ചതെന്ന് നമുക്കൊക്കെ അറിയാം അല്ലേ? മലബാർ ക്യാൻസർ സെന്ററിന് 98 കോടി രൂപ തരാം എന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം 8 കോടി രൂപ മാത്രമാണ് ഈ ഒരു ഇടപാടിന്റെ ഭാഗമായി തന്നത്. CPM പോലും എന്ന് പറഞ്ഞു ലാവ്ലിൻ കമ്പനി അതിനെ കരിമ്പട്ടികയിൽപ്പെടുത്തണം, അത് കേരളത്തെ ചൂഷണം ചെയ്തു, വഞ്ചിച്ചു, കൊള്ളയടിച്ചു എന്നൊക്കെ ദേശാഭിമാനി പോലും, എന്നൊക്കെ സഖാക്കൾ പോലും പറഞ്ഞിരുന്നു. CPM പറഞ്ഞിരുന്നതാണ്. ആ ലാവ്ലിൻ കമ്പനിയുടെ അനുബന്ധ സ്ഥാപനം അതാണ് DDPQ, കാനഡയിലെ കമ്പനി. ആ കാനഡയിലെ കമ്പനിയാണ് നമുക്ക് ഇതാ ഈ കിഫ്ബിയിലേക്ക് നമുക്ക് വായ്പ തരുന്നത്. എത്ര ശതമാനം പലിശക്ക് അറിയോ? 9.73% പലിശ നമ്മളിൽ നിന്ന് വാങ്ങിയിട്ടാണ് ലാവ്ലിൻ കമ്പനിയുടെ സഹകമ്പനി DDPQ നമുക്ക് കോടികൾ വായ്പ തരുന്നത്. ആലോചിച്ച് നോക്കണം നിങ്ങൾ. നമ്മുടെ ഈ മെട്രോ റെയിലിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ എവിടുന്ന് കടമെടുത്തത് എനിക്ക് തോന്നുന്നു 2%-ലും കുറഞ്ഞ പലിശക്കാണ്. 2%-ലും കുറഞ്ഞ പലിശക്ക് അതിന് 25 വർഷത്തിന് ശേഷം തിരിച്ചടച്ചാൽ മതി. അങ്ങനെ ഒരുപാട് പഴയ പോലെയല്ല. ബാങ്കുകളൊക്കെ ഇപ്പോൾ ഈ കടം കൊടുക്കുന്നതിൽ വായ്പ അനുവദിക്കുന്നതിലൊക്കെ വളരെ ഉദാര സമീപനമാണ് ഇപ്പോൾ ബാങ്കുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് അതൊന്നും വേണ്ട, ഞങ്ങൾക്ക് എവിടെ തന്നെ പോകണം. കാനഡ കമ്പനി, പിണറായി വിജയന്റെ ലാവ്ലിൻ കേസ് നമുക്കറിയാലോ. 40 തവണ മാറ്റിവെച്ച ആ ലാവ്ലിൻ കമ്പനി അല്ലെ, കേരളത്തെ മുച്ചൂടും കൊള്ളയടിച്ച ഏറ്റവും വലിയ വൈദ്യുതി കുംഭകോണം നടത്തിയ ലാവ്ലിൻ കമ്പനിയുമായി ബന്ധപ്പെട്ട DDPQ കമ്പനിയിൽ നിന്നാണ് നമ്മൾ ഈ മസാല ബോണ്ടിന് വേണ്ടിയിട്ടുള്ള തുക നമ്മൾ വായ്പ എടുക്കുന്നത്. ആ വായ്പക്ക് നമ്മൾ കൊടുക്കുന്ന പലിശ എത്രയാണ്? 9.73% പലിശ കൊടുത്തുകൊണ്ടിരിക്കുന്നു കൂട്ടരെ. എന്നിട്ടാണ് ആ പദ്ധതി എന്തോ ഭയങ്കര പദ്ധതി എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ പരസ്യം ചെയ്യുന്നത്. CAG എത്ര പ്രാവശ്യം വിമർശിച്ചു, ഇത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ ആര് മൈൻഡ് ചെയ്യാൻ? ഐസക്കിനെതിരെ കേസുണ്ടോ? ഐസക്ക് ഓടി നടക്കുകയാണ്. ഐസക്കാണ് ഇതിന്റെയൊക്കെ സൂത്രധാരൻ. എന്നിട്ട് അവസാനം ഏറ്റവും വലിയ രസം എന്താണെന്ന് അറിയോ? ഇതിന്റെ ഏറ്റവും അവസാനം ഈ പരസ്യത്തിന്റെ ഏറ്റവും അവസാനം കൊടുത്തിട്ടുണ്ട്, ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം ലഭ്യമാക്കുന്നു അത്ര. അതായത് കിഫ്ബി നിർമ്മിച്ച സ്കൂൾ കെട്ടിടങ്ങളും, കിഫ്ബി നിർമ്മിച്ച പാലങ്ങളും, കിഫ്ബി നിർമ്മിച്ച റോഡുകളും, അങ്ങനെയാണല്ലോ കിഫ്ബി ഈ വായ്പ വാങ്ങിയിട്ട് നിർമ്മിക്കുന്നത്. നമ്മുടെ അടിസ്ഥാന ഭൗതിക സൗകര്യ വികസനമാണ് കേട്ടോ ഇവർ നടത്തുന്നത്. എന്ന് പറഞ്ഞാൽ സ്കൂൾ കെട്ടിടങ്ങള്, മറ്റു കെട്ടിടങ്ങള്, റോഡുകള്, പാലങ്ങൾ, ഇതൊക്കെയാണ് കിഫ്ബി കടം വാങ്ങിയ പൈസ കൊണ്ട് നിർവഹിക്കുന്നത് കേട്ടോ. അത് എത്രമാത്രം ഗുണനിലവാരമുള്ളതാണെന്ന് നമുക്കറിയാം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ തകർന്നു വീഴുന്ന സ്കൂളുകൾ, പൊട്ടിപ്പൊളിഞ്ഞ ഭിത്തികൾ, പൊട്ടിപ്പൊളിഞ്ഞ മേൽക്കൂരകൾ, ഇതൊക്കെ പല ചാനലുകളും നമുക്ക് മുമ്പിൽ കാണിച്ചു തന്നിട്ടോ കിഫ്ബിയുടെ കള്ളപ്പണികൾ. കാരണം ഇതൊന്നും നിയന്ത്രിക്കാൻ ആരും ഇല്ലാന്നേ. അതായത് സംസ്ഥാന സർക്കാരിന്റെ മൊത്തം നിയന്ത്രണം ഇതിന്റെ അകത്തില്ല. ഇതൊരു കറക്ക് കമ്പനിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഖജനാവിലേക്ക് ഈ കടം വാങ്ങുന്ന പൈസ ഖജനാവിലേക്ക് അല്ല പോകുന്നത്, ഒരു ഡിപ്പാർട്ട്മെന്റിലേക്കും അല്ല പോകുന്നത്. ഇതിന്റേതായ ഒരു ബോഡിയുണ്ട്, കള്ളന്മാരുടെ ഒരു കൂട്ടം.
ആ കള്ളന്മാരുടെ കൂട്ടമാണ് ഇതെന്ത് ചെയ്യുന്ന അറിയോ, ഇത് ഈ പരിപാടികളൊക്കെ നടത്തുന്നത്. എന്നിട്ട് നമ്മുടെ ഈ പെട്രോളിന്റെ സെസ്, വാഹന നികുതിയുടെ ഒരു ഗണ്യമായ ശതമാനം, പെട്രോളിന്റെ സെസ്, ഇതൊക്കെയാണ് ഈ വായ്പ തിരിച്ചടയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് എന്ന് പറഞ്ഞാൽ കള്ളപ്പരിപാടി. ഒരു സംസ്ഥാനവും ചെയ്യാത്ത പരിപാടി. യഥാർത്ഥത്തിൽ ഇതൊക്കെ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ആ ബഡ്ജറ്റിലല്ലേ ഉൾപ്പെടുത്തുക. ഇത് ബഡ്ജറ്റിന് പുറമെ എത്ര പദ്ധതികൾ നോക്കിയാട്ടെ. റോഡ്, പാലം 21,000 കോടി, റെയിൽവേ മേൽപ്പാലം 2263 കോടി, NHA സ്ഥലമേറ്റെടുപ്പ് 6769 കോടി, മലയോര ഹൈവേ 3633 കോടി, തീരദേശ ഹൈവേ 3267 കോടി, തുരങ്കപാത 2134 കോടി, ജലവിതരണം 5390 കോടി, പൊതുവിദ്യാഭ്യാസം 3220 കോടി, ഉന്നത വിദ്യാഭ്യാസം 2227 കോടി, ആരോഗ്യവും ആയുഷും 6874 കോടി, വിനോദസഞ്ചാരം 639 കോടി. അതിന്റെ കുറഞ്ഞു വരുന്ന ആർക്കറിയാം? കൊച്ചി ജലഗതാഗത പദ്ധതി 2098 കോടി, ശബരിമല ഇടത്താവളം 126 കോടി, കായിക യുവജനക്ഷേമം 956 കോടി, കെ-ഫോൺ 1516 കോടി, IT ആൻഡ് ഡിജിറ്റൽ സയൻസ് പാർക്കുകൾ 857 കോടി, വൈദ്യുതി വിതരണം 5200 കോടി, ഗതാഗതം 607 കോടി, പട്ടികജാതി പട്ടികവർഗ വികസനം 182 കോടി, വ്യവസായ പാർക്കുകൾ 16,527 കോടി, വനം 633 കോടി, സയൻസ് പാർക്കുകൾ 261.90 കോടി. ഇത് കണ്ണൂരിലാണ്. എന്ത് സയൻസ് പാർക്ക് എന്ന് കണ്ണൂർക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഏത് സയൻസ് പാർക്ക് എന്ന് ചോദിക്കേ. റവന്യൂ ടവറുകൾ 94 കോടി, പശ്ചിമതീര കനാൽ 1331 കോടി, കോർട്ട് കോംപ്ലക്സുകൾ 230 കോടി എന്ന് പറയുന്ന പൂർത്തീകരിക്കാത്ത കടലാസ് പദ്ധതികൾ ഇങ്ങനെ കൊടുത്തിട്ട് എന്നിട്ട് പറയുന്നു, ഉറപ്പാക്കുന്നു ധനലഭ്യത, ഗുണനിലവാരം, സമയക്രമം അത്ര. ഇനി ആകെ 4 മാസമേ ഉള്ളൂ. അപ്പോഴാണ് ഇലക്ഷൻ സ്റ്റണ്ട്, ഇലക്ഷൻ തട്ടിപ്പ്. കണ്ട, ഇതാണ് പിണറായി സർക്കാരിന്റെ തൊലിക്കട്ടി എന്ന് പറയുന്നത്, അല്ലെ? ആ തൊലിക്കട്ടിക്ക് ലാൽ സലാം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട 3-4 കാര്യങ്ങൾ നിങ്ങളുമായി ഷെയർ ചെയ്യാനുണ്ട്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.